ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇത്ര ഓവറാക്കിയിട്ട് വീഡിയോ എടുക്കണം എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇൻഗ്രീഡിയൻസ് കണ്ടോളി: പാല്, ഒരു മാംഗോ, നല്ല പഴുത്ത മാങ്ങ കേട്ടോ, പിന്നെ ഇത് കോൺഫ്ലവർ പൗഡറാണ്, അതൊരു 2 ടേബിൾ സ്പൂണ്, പിന്നെ പഞ്ചസാര, അത് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് എത്ര വേണം. സാധനം എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. പുഡിങ്ങാണ് ഗൈസ്. അപ്പോൾ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ സെറ്റാക്കിയതാണ്, എന്താവും അറിയില്ല. അതുപോലെയൊക്കെ ഇങ്ങനെ കത്തി വെക്കുമ്പം മാങ്ങ മുറിഞ്ഞിങ്ങനെ മാങ്ങൻ്റെ ഇതളുകൾ വരും, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വിധമൊക്കെ അങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട്, ഗ്യാസ് ഓൺ ആക്കിയോ എന്ന് നോക്കുന്നതാണ് കേട്ടോ. അത് ഗ്യാസ് ഓൺ ചെയ്യുക, ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെക്കുക. നല്ല അടിക്കറ്റുള്ള പാത്രമാകുമ്പോൾ അത്രയും നല്ലത്. പിന്നെ ഒരു പാക്കറ്റ് പാലെടുത്തില്ലല്ലോ, ആ പാല് പൊട്ടിച്ചൊഴിക്കുക. ഇങ്ങനെ പാത്രം ചൂടായിട്ട് പാൽ ഒഴിക്കണമായിരുന്നു. എനിക്കിതൊക്കെ ഇങ്ങനെ ഒരു ഹരമുള്ള കാര്യം കേട്ടോ, ചെറിയ തരം സൈക്കോ തരം. പഞ്ചസാര, പിന്നെ കുറച്ച് പഞ്ചസാര ഇടും. ഇങ്ങനെയൊക്കെ വീഡിയോക്ക് വേണ്ടി ഇടുമ്പോൾ പറ്റില്ല കേട്ടോ, ആയി കിട്ടില്ല. അതുകൊണ്ട് പിന്നെ പാത്രം കമിഴ്ത്തിയിട്ട് അങ്ങോട്ട്. പിന്നെ ഇത് കോൺഫ്ലോർ കലക്കി വെച്ചത്, അത് ഒരു സ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കലക്കുക. എന്നിട്ട് ഇങ്ങനെ പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അത് ഒഴിക്കുക. 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 3 സ്പൂണ് കോൺഫ്ലവർ പൗഡർ വേണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഒരു തിക്കായിട്ട് കിട്ടുക. എന്നിട്ട് നമ്മൾ നല്ലോണം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ ചൂടാറി വന്നോളും. ഇതുപോലെ ഇങ്ങനെ വരണട്ടോ, നന്നായിട്ട് തിളയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ എന്താ ഒരു സാധനം ഓടിച്ചാടി നടക്കുന്നതല്ലേ, 2 മണി സാഫ്രോൺ ഇട്ടതാ. പിന്നെ ഇത് കട്ട് ചെയ്ത് വെച്ച മാംഗോസ്. പിന്നെ നമ്മൾ ആ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കുക. ഒന്ന് ആ ചൂട് മാറിയതിന് ശേഷമാണ് കേട്ടോ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിങ്ങനെ തണുപ്പിച്ചിട്ടൊരു ഗുൾ കണ്ടല്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മളത് എടുത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച മാംഗോസ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മെല്ലെ ഇടുക. അതായത് ഇതിൻ്റെ മുകളിൽ മൊത്തം ഒരു ലെയറായിട്ട്, ഒരു ലെയർ പാലിൻ്റെത്, പിന്നെ ഒരു ലെയർ ഈ മാംഗോ കട്ട് ചെയ്ത് വെച്ച മാംഗോസ്. ഇത് നല്ല പഞ്ചസാര ലായനിയിലിട്ട് കുറുക്കിയെടുത്താലൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ. അതിനൊന്നും നമുക്ക് ടൈമില്ല, നമ്മൾ ഇങ്ങനെ ആക്കി. എന്നിട്ട് കുറച്ച് ഹണി ഒഴിക്കണം. ഹണിയും സെറ്റാക്കി നമ്മൾ ഒഴിക്കാൻ മറന്നുപോയി. ഇങ്ങനെ ഫസ്റ്റ് ലെയർ പാല്, പിന്നെ സെക്കൻഡ് ലെയർ മാംഗോ, ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി പാൽ ഒഴിക്കണം കേട്ടോ. പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അരിച്ചൊഴിക്കുക. അതെന്താ വെച്ചാൽ ഈ അരിച്ചൊഴിക്കുന്ന സമയത്ത് കട്ടകളൊന്നും കുടുങ്ങില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ കട്ടായിട്ടുണ്ടെങ്കിൽ ആ കട്ട ഇങ്ങനെ കടിക്കും, അതൊരു രസമില്ല. അതിനേക്കാളും ഇങ്ങനെ അരിച്ചൊഴിക്കുമ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി മൂടിയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 hours or 4 hours അത്ര ആ ഒരു ടൈം വരെ ഫ്രിഡ്ജിൽ നിൽക്കുമ്പോൾ നല്ല സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷമാണ് ഞാനത് പുറത്തെടുക്കുന്നത്. നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അതാ ഈ പാത്രം നിറച്ചുണ്ട്. നമ്മളിതിങ്ങനെ ഒഴിച്ചതിൽ വെച്ച് ഞാൻ ഇങ്ങനെ ഗുളു എന്ന് പറഞ്ഞിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവണം കേട്ടോ, അപ്പോഴാണ് രസം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല പാലിൻ്റെ മധുരം കാര്യങ്ങളൊക്കെ, അതായത് ഈ മാങ്ങക്ക് ചെറിയൊരു പുളി ഉണ്ടായിരുന്നു. എന്തായാലും സാധനം അടിപൊളി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.